സംസ്ഥാനത്ത് ഓരോ ദിവസവും അന്തരീക്ഷ താപനില ഉയരുകയാണ്. ചൂട് കാരണം ചർമ്മത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകളാൽ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. ചർമ്മത്തിന്റെ ആരോഗ്യം വേനൽക്കാലത്ത് സംരക്ഷിക്കാൻ ചെയ്യേണ്ട പോംവഴികൾ എന്തെല്ലാമാകും? ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പ്രശ്നമാണോ? സ്വന്തം സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞ് ചർമ്മത്തെ സംരക്ഷിക്കാൻ അടിസ്ഥാനപരമായി അറിയേണ്ടതെന്തെല്ലാം? ഇത്തരത്തിൽ പ്രേക്ഷകർക്കുണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഇത് നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. ഡോക്ടർ ശ്രുതി വിജയനാണ് സി പോസിറ്റീവിൽ ചേരുന്നത്. ഡോക്ടർ സ്വാഗതം, നമസ്കാരം. ഡോക്ടർ, ഈ തിളക്കവും ആരോഗ്യവുമുള്ള ചർമ്മം സ്വന്തമാക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇതിനായി എന്താണ് ഈ ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എല്ലാവർക്കും ചൂടുകാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വിയർക്കുകയും ആ വിയർപ്പ് കാരണം ഉണ്ടാകുന്ന ഒത്തിരി സ്കിൻ കണ്ടീഷൻസും അമിതമായ ചൂട് കാരണം ഉണ്ടാകുന്ന ഒത്തിരി സ്കിൻ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം പലപ്പോഴും എല്ലാവരും ജ്യൂസ് കുടിച്ചാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും അതുപോലത്തെ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒത്തിരി ഷുഗർ കൺസ്യൂം ചെയ്യുന്നതിലല്ല, നമ്മൾ വെള്ളത്തിന് വെള്ളം തന്നെ കൊടുക്കണം ബോഡിക്ക്. വെള്ളം നന്നായിട്ട് കുടിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു സപ്പർനെസ്സും സ്കിന്നിന്റെ ഹെൽത്തും വളരെ നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണത്തെ സമ്മർ നമ്മുടെ കാലാവസ്ഥ എന്താ പറയുക, നമ്മുടെ വെതർ ഫോർകാസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വളരെ വളരെ അമിതമായ ചൂടാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ചൂടത്ത് പലപ്പോഴും പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് സൺസ്ക്രീൻ ഇട്ടാൽ പോരെ എന്നുള്ളത്. പക്ഷേ സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അഥവാ നമുക്ക് ഇപ്പോൾ കരുവാളിക്കുന്നത് അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ടാൻ ചെയ്യുന്നത് ഒരു പ്രശ്നമാണെങ്കിൽ ഒരിക്കലും സൺസ്ക്രീൻ കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, സൺസ്ക്രീൻ വളരെ പ്രധാനമാണ്. ഇത് നമ്മളെ ഇപ്പോൾ അമിതമായ ചൂടിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ വെയിൽ കൊള്ളുന്നതിൽ നിന്നും ഉണ്ടാകുന്ന ഒരുപാട് UV റേസ്, UVA, UVB റേസിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊരു സൊല്യൂഷൻ ആണെങ്കിലും ടാനിങ് എന്ന് പറയുന്ന പ്രശ്നത്തിന് സൺസ്ക്രീൻ ഒരിക്കലും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഇത്തവണ സമ്മറിൽ പുറത്തിറങ്ങുവാണെങ്കിൽ കഴിവതും നന്നായിട്ട് നമ്മൾ കുടയോ അതുപോലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്ങോ യൂസ് ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സ്കിന്നിനെ രക്ഷിക്കാൻ കഴിയും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ വളരെ വലിയ ട്രെൻഡാണല്ലോ മറ്റേ ഒരുപാട് നമ്മുടെ ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. നമ്മൾ ഒരുപാട് സീറംസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കുറച്ച് സ്കിൻ കെയർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ കുറച്ചധികം ഫീഡ് വരും, സമ്മറിൽ ഇത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുക. അപ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും അത് പലതവണയായി ഉപയോഗിക്കാനും ശ്രമിക്കും. പക്ഷേ സമ്മറിൽ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഏറ്റവും മിനിമം സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. കഴിവതും 1, 2 എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് തന്നെയും അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അറിയാൻ പറ്റത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള മീറ്റ്സ് കൺസ്യൂം ചെയ്യാതിരിക്കുക. പലപ്പോഴും ഇവിടെ മീറ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മുടെ ഇപ്പം വെജിറ്റേറിയൻസിന് ഇത് ബാധകമല്ല. എന്നാലും ഒരു നോൺ വെജിറ്റേറിയൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും കൂടെ മീറ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അമിതമായി മീറ്റ്സോ അല്ലെങ്കിൽ അമിതമായിട്ട് ബോഡി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡോ കഴിക്കുകയാണെങ്കിൽ അത് എക്സസീവ് സ്വെറ്റിങ്ങിലേക്ക് നയിക്കുകയും പിന്നെ അത് കാരണം നമുക്ക് സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് വരികയും ചെയ്യും. സോ കീപ് യുവർ ഡയറ്റ് വെരി വെരി ലൈറ്റ്. നമുക്ക് കൂടുതൽ സാലഡ്സ് കഴിക്കാം. സമ്മർ സീസണിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്, പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് ഡെയിലി 1, 2 തവണയെങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, സൺസ്ക്രീനിന് പുറമെ നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതായത് മുഖം കഴുകാനും മുഖത്ത് നമ്മൾ കുളിക്കാനും ഒക്കെ ചൂടുവെള്ളം ഉപയോഗിച്ച് ശീലിച്ചവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫേസ് മാത്രം കഴുകാനെങ്കിലും ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക. കാരണം അങ്ങനെ അമിതമായിട്ട് നമ്മൾ ഈ സമ്മർ സീസണിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ മുഖം വല്ലാതെ ഡീഹൈഡ്രേഷൻ ആവുകയും അത് കാരണമുള്ള വേറെ പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യും. പിന്നെ സോപ്പ് യൂസ് ചെയ്ത് മുഖം കഴുകുന്നവരാണെങ്കിൽ അതും വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം സോപ്പിൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും. നമ്മുടെ സ്കിന്നിന്റെ ഒരു നാച്ചുറൽ ഓയിൽസിനെ കളയുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സോപ്പിലുള്ളത്. ബിക്കോസ് സോപ്പ് എന്ന് പറയുന്നത് ബേസിക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
പകരം സമ്മർ സീസണിൽ ഫേസിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷും യൂസ് ചെയ്യുക. കഴിവതും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് അഥവാ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത് ഒരു ഗൈഡൻസോട് കൂടി തന്നെ ചെയ്യുക. സമ്മർ സീസണിൽ പലപ്പോഴും, സമ്മർ സീസണിൽ മാത്രമല്ല മിക്കവാറും സീസൺസിൽ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യും സ്കിൻ കെയർ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കാം. പലപ്പോഴും ഈ എക്സ്പെരിമെന്റേഷൻ വഴി കുറച്ച് ബാക്ക് ഫയറിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് എടുക്കുക. അല്ല, നിങ്ങളുടെ റൂട്ടീനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെയർ മിനിമം സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ബെയർ മിനിമം സാധനങ്ങൾ സമ്മറിൽ ആവശ്യമുള്ളത്. ലൈക്ക് ഐ സെഡ്, ഒരു ജെന്റിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ്, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ, അതും കഴിവതും സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ബാരിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സെറമൈഡ് ഉള്ളൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനും, ഇത് നിങ്ങളുടെ ഡേ കെയർ റൊട്ടീൻ ആയിരിക്കണം. നൈറ്റ് ടൈം റൊട്ടീനിൽ നിങ്ങളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇറ്റ്. അല്ല, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് കൺസേൺസ് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് മുഖക്കുരുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ഒരുപാട് കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഫ്രെക്കിൾസ്, അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റോ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനവും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഏത് ഓർഡറിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു എക്സ്പെർട്ട് ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യുക. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഈ നിർജ്ജലീകരണവും അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിന് പോലും പല മായങ്ങളും ഇപ്പോൾ കലർന്നു വരുന്നുണ്ട്. തണുപ്പിന് ആശ്വാസമായി നമ്മൾ ജ്യൂസ് കുടിക്കുന്നതൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞു. ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ തന്നെ കുട്ടികളും വലിയവരും എല്ലാം സ്കിന്നിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യും. അത് എത്രത്തോളം ഗുണവും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദോഷവും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഈ ഒരു കമ്പനികളുടെ ഒരു പരസ്യമായി മാത്രം മാറുകയല്ലേ? റീറ്റെയിൽ ഇൻഡസ്ട്രിയെ നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ തരുന്നതും ഈ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് അവരെ പഴിചാരാനും കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ നമ്മളുടെ ഒരു റോങ് ജഡ്ജ്മെന്റ് കാരണമാണ് റോങ് പ്രോഡക്ട്സ് മേടിക്കുന്നത്. എന്ത് സാധനം മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ സാധനത്തിന്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം നോക്കാതെ ആദ്യം നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മളുടെ സ്കിൻ ടൈപ്പ് ഓയിലി ആണോ അതോ ഡ്രൈ ആണോ, അതുമല്ല നമ്മളുടെ കോമ്പിനേഷൻ സ്കിൻ ആണോ, പിന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണോ, ഈ 4 സ്കിൻ ടൈപ്പിൽ ഏതിലാണ് നമ്മളുടെ സ്കിൻ ഉൾപ്പെടുന്നത് എന്നുള്ളത് ആദ്യം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പറഞ്ഞതുപോലെ തന്നെ എന്ത് സാധനം യൂസ് ചെയ്താലും സ്കിൻ കെയറിന്റെ കാര്യത്തിൽ പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലല്ല, ഒരു സാധനം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് ഒരു സാധനം തന്നെയാണെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒരു 21 ദിവസത്തേക്കോ അല്ലെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ളൊരു ഗുഡ് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞോട്ട് ഡീഹൈഡ്രേഷൻ്റെ ഇഷ്യൂ വരുന്നതും സമ്മർ ടൈമിൽ ഒരുപാട് എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാകുന്നത് കാരണം ഡീഹൈഡ്രേഷൻ വളരെ കോമൺ ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഏർബൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും AC ഉള്ള വാഹനങ്ങളിലാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ ഓഫീസ് സ്പേസ് ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, നമ്മൾ ഒത്തിരി നേരം AC സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം. പലപ്പോഴും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂംസിൽ ഹ്യൂമിഡിഫയേഴ്സ് ഒന്നും പ്രൊവൈഡഡ് അല്ല. അത് കാരണം വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലേക്ക് നമ്മൾ തന്നെ പോയി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സമ്മർ ആയിക്കോട്ടെ വിന്റർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ വളരെ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡീഹൈഡ്രേറ്റഡ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നത് കൊണ്ട്. പിന്നെ കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, കൂടുതലും നമ്മൾ ഷുഗർ അധികം എടുത്തു കഴിഞ്ഞാൽ ഈ ഡീഹൈഡ്രേഷൻ കുറച്ചുകൂടെ എക്സസീവ് ആയിട്ട് നമുക്ക് ദാഹിക്കുകയും അതുമാതിരി തന്നെ നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് അനാവശ്യമായി റൈസ് ആവുകയും ചെയ്യും. സോ അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ വരുമ്പോഴേക്കും നമ്മൾ കൂടുതലും നാരങ്ങ വെള്ളം ഉൾപ്പെട്ടത്, അതുപോലെ ഒരുപാട് മധുരം കൂടുതൽ ഇല്ലാത്ത സാധനങ്ങൾ കുടിക്കാനാണ് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് തോന്നുവാണെങ്കിൽ, അതായത് നമുക്ക് തലകറക്കം, പിന്നെ ഒരു ഫെയിൻറ്റിങ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് എക്സസീവ് ആയിട്ട് ക്ഷീണം തോന്നുന്നു, അങ്ങനെയുണ്ടെങ്കിൽ
വളരെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ORS സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതൊരു സാഷയിലാണ് വരിക. അത് നമുക്ക് 1 ലിറ്റർ ബോട്ടിലിൽ കലക്കി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. സോ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരോ സമ്മർ ടൈമിൽ നമ്മൾ ഒത്തിരി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആയിരിക്കും എന്തുകൊണ്ടും ജ്യൂസിനെക്കാട്ടിലും അല്ലെങ്കിൽ വെറും വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലും ബെനിഫിഷ്യൽ. ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് AC-യുടെ ഉള്ളിലിരിക്കുന്നതാണ്. ഇപ്പോൾ വീടുകളിലെല്ലാം മിക്ക വീടുകളിലും ഇപ്പം AC ഉണ്ട്. പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു ഘടകമാണ്. ചർമ്മത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് AC എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ഥിതി എന്താണ്? ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. പക്ഷെ അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഇത്തവണത്തെ ഈ ഒരു ചൂട് കാലം നമുക്ക് എല്ലാവർക്കും അറിയാം, അസഹനീയമായ ചൂടാണ്. ഈ ഒരു ചൂടത്ത് നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് ഒരു എയർ കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, അതോ നമ്മുടെ എല്ലാം തുറന്നിട്ട് വെറും ഫാന് കൊണ്ട് മാത്രം ഇരിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ? നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് AC. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം AC-യിൽ ചെലവഴിക്കുന്നവരാണെങ്കിൽ അതിനായിട്ടുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുക. അതായത് നിങ്ങളുടെ റൂമിൽ കഴിവതും ഒരു ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് ഒരുപാട് സമയം ഇരിക്കാണ്ട് ഇടയ്ക്കൊക്കെ യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് റെഗുലർ അറ്റ്മോസ്ഫിയറിലും. ബിക്കോസ് നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിനും നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സോ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, AC-യിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നാച്ചുറലി നമുക്ക് ഈ സീസണിൽ തോന്നേണ്ട ദാഹം ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. അതുകൊണ്ട് ദാഹിച്ചു കഴിഞ്ഞാൽ മാത്രം വെള്ളം കുടിക്കുന്ന ആ ഒരു ശീലം നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം, ഫ്യൂ സിപ്സ് ഓഫ് വാട്ടർ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷൻസിൽ ഒന്നിനെ തന്നെയും നമ്മൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാണ്ട് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള പോംവഴികൾ എന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യാന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തിയർ വേ ടു ലിവ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ ഒന്ന് സ്കിൻ കെയറിനെ നോക്കുന്ന ആളാണെങ്കിൽ തുടരെ ഒരുപാട് വീഡിയോസ് വരും. ഒറ്റ ദിവസം കൊണ്ട് വെട്ടിത്തിളങ്ങും മുഖം, ചർമ്മം അങ്ങനെയാകും ഇങ്ങനെയാകും എന്നുള്ള പലതരത്തിലുള്ള കണ്ടന്റുള്ള വീഡിയോസുകളാണ് കാണുന്നത്. ഇതിൽ പ്രധാനമായും പുറത്തു വരുന്നത് വിറ്റാമിൻ A ഗുളികയുടെ പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ അതൊരു ഫേസ് പാക്ക് ആക്കി ഇടുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം നല്ലതാണ്? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഓരോ ഇൻഗ്രീഡിയൻറ്റും, അതായത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടോ കോസ്മെസ്യൂട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ന്യൂട്രിസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ന്യൂട്രീഷണൽ ആയിട്ട് വരുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും അത് അതാത് രീതിയിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ പാക്കേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പോൾ ഓറലി ഇപ്പോൾ ടാബ്ലറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സാധനം പൊടിച്ച് നമ്മൾ മുഖത്ത് തേക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുഖത്ത് തേക്കേണ്ട ഒരു സാധനം നമ്മൾ കലക്കി കുടിക്കുന്നത് കൊണ്ടോ അതിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കഴിവതും അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് ഒരുപാട് വൈറ്റമിൻസും ഒരുപാട് മിനറൽസും ഒക്കെ നമ്മുടെ നാച്ചുറൽ സൗത്ത് ഇന്ത്യൻ ഡയറ്റിൽ നമുക്ക് ഡെഫിഷ്യന്റ് ആവാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. ഇത്രയും ചൂടുള്ള സൗത്ത് ഇന്ത്യയിൽ ഇരുന്നിട്ട് പോലും, അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ധാരാളം വെയിലുണ്ട്, ധാരാളം വെയിൽ കൊള്ളാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾക്ക് ഒരുപാട് സ്കിന്നിൽ മെലനിൻ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മളുടെ മെലനിൻ തന്നെ ഈ ഒരു വൈറ്റമിൻ D പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു ശരാശരി ഒരു നോർമലി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ ഒരു മോർ ദൻ 70% ആൾക്കാർക്കും ഈ ഒരു വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ A ആയിക്കോട്ടെ, വൈറ്റമിൻ D ആയിക്കോട്ടെ, വൈറ്റമിൻ C, omega-3 ഫാറ്റി ആസിഡ്സ്, അങ്ങനത്തെ ഒത്തിരി തന്നെയും സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ഈ സപ്ലിമെന്റ്സ് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റീസിൽ എടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സിറ്റുവേഷനിൽ എന്ത് എടുക്കണമെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. എന്തും ഏതും കൺസ്യൂം ചെയ്യാന്നുള്ളതല്ല അതിന്റെ ഒരു വേ ടു ഗോ അബൌട്ട് ഇറ്റ്. നമ്മൾ കറക്റ്റായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. എന്നിട്ട് നമ്മളുടെ കണ്ടീഷൻ, നമ്മളുടെ ഒരു ഹൈറ്റ്, വെയിറ്റ് അതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഒന്ന് ആദ്യം അറിയുക, പഠിക്കുക, എന്നിട്ട് കൺസ്യൂം ചെയ്യുക. സോ പക്ഷെ അതേസമയം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇത് പൊടിച്ചു മുഖത്തിട്ടാൽ ഒരു ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ.
പിന്നെ സമ്മർ സീസൺ ആണ്. പലപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സമ്മർ സീസണിൽ നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് സാധനങ്ങൾ അപ്ലൈ ചെയ്ത് പാക്ക് ചെയ്യുന്നതിലല്ല ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. സ്കിന്നിനെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പോൾസിനെ ഒന്ന് സ്വെറ്റ് ഔട്ട് ചെയ്യാനും അതൊക്കെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്വെറ്റിങ്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനായിട്ടുള്ള ഒരു ചാനൽ കൊടുക്കണം. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഈ ഓറലി കൺസ്യൂം ചെയ്യേണ്ട സാധനങ്ങൾ പൊടിച്ച് മുഖത്തിടുന്നത് വഴി റാഷസ് വരും, അതിന്റെ റിയാക്ഷൻസ് വരുന്നതുമായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനത്തെ ഇവൻച്വാലിറ്റീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കഴിവതും അങ്ങനത്തെ പ്രവണതകൾ സ്റ്റോപ്പ് ചെയ്യാം. ഈ എത്ര ഒരു പ്രായമുണ്ടോ നമ്മൾ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കുട്ടികളും ഉപയോഗിക്കുമ്പോൾ? ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന്. ഒരു പ്രത്യേകമായ ഒരു ഏജ് ഓവർ ഇതിനുണ്ടോ ഈ ഒരു ക്രീമുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന്? നമ്മൾ തന്നെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുകുട്ടികൾക്ക് തന്നെ നമ്മൾ ബേബി ക്രീം സപ്ലൈ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ കുഞ്ഞുകുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുഞ്ഞിന്, അതായത് നമ്മളൊരു 14 ഇയേഴ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഗൈഡഡ് ആയിരിക്കണം, മോണിറ്റേർഡ് ആയിരിക്കണം. പേരൻസ് നന്നായിട്ട് മോണിറ്റർ ചെയ്യുക, എന്താണ് കുട്ടി അപ്ലൈ ചെയ്യുന്നത്, അത് ആവശ്യമായിട്ടുള്ള സാധനമാണോ. സംടൈംസ് വളരെ നിർബന്ധമായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഇന്ന് നമ്മൾ ഒത്തിരി ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ക്ലോറിനേറ്റഡ് വെള്ളവും അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ്, അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുഞ്ഞുങ്ങളുണ്ട്. എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് അവർക്ക് അത്യാവശ്യമായിരിക്കാം. അപ്പൊ പേരൻസ് അതിനെ നന്നായിട്ട് മോണിറ്റർ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ക്രക്സ് ഓഫ് ദ മാറ്റർ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് സ്കിൻ കെയറിന് അങ്ങനെ ഒരു ഏജ് ബാരിയർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോണിറ്റേർഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാം, അതേസമയം കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അഡൾട്ട്സിനും യൂസ് ചെയ്യാം. ഡോക്ടർ, ഈ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും പറഞ്ഞു തീരുന്നതല്ല. കാരണം ഓരോ സംശയങ്ങളായിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഓരോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിൽ എല്ലാവരും ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു വേനൽക്കാലമാണ്. അതിന് സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതികളുണ്ട്, പല മാർഗങ്ങളുണ്ട്. ഡോക്ടർക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ടിപ്സുകൾ എന്തൊക്കെയായിരിക്കും? നമ്പർ 1, വെയിൽ കൊള്ളുന്നത് കഴിവതും ഒഴിവാക്കുക. അഥവാ വെയിൽ കൊള്ളേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബാരിയർ, അതായത് കൊടയോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങോ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, എസ്പെഷ്യലി സമ്മർ സീസണിൽ. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. അമിതമായിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അത് നമ്മളെ സോർട്ട് ചെയ്യും. നമ്പർ 2, സോപ്പ് അവോയ്ഡ് ചെയ്യുക. കഴിവതും മുഖം കഴുകാനായിട്ട് നിങ്ങൾ ഒരു ജെന്റിൽ ഫേസ് ക്ലെൻസറോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ യൂസ് ചെയ്യുക. അതും കഴിവതും ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ കാറ്റഗറിയിലുള്ള ഫേസ് വാഷ് തന്നെയും ആയിക്കോട്ടെ. പിന്നെയുള്ള കാര്യം, ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ ആയിക്കോട്ടെ സെൻസിറ്റീവ് ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കിന്നിലുള്ള ഓയിൽസും നിങ്ങളുടെ സ്കിൻ ബാരിയറും നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അതുവഴി തന്നെ സ്കിന്നിൽ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറ്റ് അതേപടി തന്നെ ശ്രദ്ധിക്കുക. ഹൈഡ്രേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ മൈ 5 golden rules. തീർച്ചയായും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം എല്ലാവരും സംരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വളരെ നന്ദി ഡോക്ടർ, ഈ ഒരു അവസരത്തിൽ പങ്കെടുത്തു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.